ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദേവു സൈക്കിള് പഞ്ചറായതിൻ്റെ പേരിൽ സൈക്കിളുമേൽ പൂക്കൊട്ട വെച്ച് സൈക്കിൾ ഉന്തിക്കൊണ്ട് പോകുന്ന കാഴ്ച ശ്രീകാന്ത് കാണുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്നുണ്ട്, നീ എന്തിനിങ്ങനെ ബുദ്ധിമുട്ടുന്നത്, നീ വായോ, ഞാൻ നിന്നെ എവിടെയാണെന്ന് വെച്ചാൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അവൾ ആദ്യം വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവള് അവൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ആ പൂക്കൊട്ട അവളെ മടിയിൽ വെക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ ഒരു കാഴ്ച ഭാമ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ചന്ദ്രമതിയുടെ സുഹൃത്ത് ഭാമ കാണുകയാണ്. ഭാമ ഇതിനു മുന്നേ ഒരു പെൺകുട്ടിയെയാണല്ലോ ഇവൻ പുറകിലിരുത്തി കൊണ്ടുപോയത്, ഇപ്പൊ ഇവളെയായോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിക്കാണ്. എത്രയും വേഗം ഇത് ചന്ദ്രയെ വിളിച്ചറിയിക്കണം എന്ന് കരുതിയിട്ട് വേഗം തന്നെ മാറി നിന്നിട്ട് ഭാമ ചന്ദ്രയെ വിളിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ഭാമേ എന്തൊക്കെയുണ്ട് വിശേഷം, ഇവിടുത്തെ വിശേഷങ്ങളൊന്നും പറയണ്ട, ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോൾ അപ്പോൾ പറയാണ്, അവിടെ പ്രശ്നങ്ങളൊക്കെ നടക്കട്ടെ, നിന്റെ ഒരു മോനുണ്ടല്ലോ അവനെ കുറിച്ച് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ ആര്, സുധിയെ പറ്റിയോ, സുധി ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവൻ അവിടെ ഉണ്ടാവും, അവൻ ജോലിക്കൊന്നും പോകുന്നില്ലല്ലോ എന്നൊക്കെ ഭാമ പറയുന്നുണ്ട്. അങ്ങനെ അതൊന്നും പറയാനല്ല ഞാൻ വിളിച്ചത് ഇത് പറയാനാണ്. അതായത് ശ്രീകാന്തിന്റെ പുറകില് രേവതിയുടെ അനിയത്തി ഇരുന്ന് പോകുന്നത് ഞാൻ കണ്ട, അവർ രണ്ടുപേരോട്ട് ചേർന്നിരുന്ന് പോകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. നീ ശ്രദ്ധിച്ചോ, ചിലപ്പോൾ ഉടനടി അവളെയും അവൻ വീട്ടിലേക്ക് വിളിച്ച് കയറ്റി കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ അത് കേൾക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അയ്യോ എന്ന് പറയാണ്. അപ്പൊ നീ അതൊക്കെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നീ ചിലപ്പോൾ നിനക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ ഒരുത്തിയാണെങ്കിൽ എന്നും ഇപ്പൊ പല ദിവസങ്ങളിലായിട്ട് തലയൊക്കെ കുളിച്ചിട്ടാണ് റൂമിന്റെ പുറത്തേക്ക് തന്നെ എഴുന്നേറ്റ് വരുന്നത് തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയുടെ മനസ്സിലാതിരിക്കുകയാണ്. അപ്പോൾ എത്രയും വേഗം ശ്രീകാന്ത് വരുമ്പോൾ അത് ഞാൻ ചോദിക്കുമെന്നും ഭാമയോട് പറയുന്നു. അപ്പോൾ ഭാമ പറയാണ്, നീ വെറുതെ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ട, ഇപ്പോഴത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് എന്തെങ്കിലും ചോദിച്ച് ദേഷ്യം പിടിപ്പിക്കുക കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അവരതിൻ്റെ അപ്പുറമായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നീ അറിഞ്ഞ കാര്യം മനസ്സിലിരുന്നോട്ടെ, ചിലപ്പോൾ നാളെ തന്നെ അവളെ വിളിച്ച് ആ വീട്ടിലേക്ക് കയറി വരും അവൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര മിണ്ടാതെ നിൽക്കുകയാണ്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതിയാണെങ്കിൽ റൂമിലിങ്ങനെ വിഷമിച്ച് എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ അവിടേക്ക് ശ്രുതി വരുന്നുണ്ട്. അപ്പൊ ശ്രുതി ചോദിക്കുകയാണ്, എന്ത് പറ്റി ശ്രുതി, നീ പോകുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് ജോലിക്ക്. അപ്പൊ പറയാണ്, ഞാൻ ജോലിക്കൊക്കെ പോകണം, പക്ഷേ എനിക്ക് പോകാൻ ഞാൻ ഈ വീട്ടില് പല കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്ത് കാര്യങ്ങളാണ് എന്ന് ചോദിക്കുമ്പോൾ, അല്ല ഈ വീട്ടില് ഇത്രയും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു, എന്നിട്ടും അമ്മയ്ക്ക് എന്താ, ആന്റിക്ക് എന്താ ശ്രുതിക്ക് ആ പൈസ തന്നത് ഓർമ്മയില്ലാതെ പോയത്, ആന്റി തന്നെയല്ലേ രേവതിയുടെ വീട്ടുകാരെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതും രേവതിയുടെ സഹോദരനെ കള്ളനാക്കിയതൊക്കെ ആന്റിയല്ലേ, എന്നിട്ടും എന്താ ആന്റിക്ക് അതൊന്നും ഓർമ്മ വരാഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതി ആകെ പെട്ടുപോയ രീതിയിൽ നിൽക്കാണ്. ശ്രുതി പറയുന്നുണ്ട്, അത് ചിലപ്പോൾ അമ്മയ്ക്ക് ഓർമ്മ പോയതാവും, അല്ലാതെ വേറൊന്നും ആവില്ല എന്ന് പറയുമ്പോൾ, അമ്മയ്ക്ക് ഓർമ്മയില്ലെങ്കിലും ശ്രുതിക്ക് പറയായിരുന്നില്ലേ അത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എനിക്ക് എന്തൊക്കെയോ ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ശ്രുതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അമ്മ ശരിക്കും തന്നതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ചന്ദ്ര അവരുടെ റൂമിന്റെ വാതിൽ വന്ന് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര വാതിൽ തുറന്ന് അവരുടെ റൂമിലേക്ക് ഇടിച്ചു കയറുകയാണ്. അപ്പൊ ആ സമയത്ത് മോളെ ശ്രുതി, നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, എനിക്ക് എന്താവോ എനിക്ക് അറിയില്ല, ഇവിടെ പല പ്രശ്നങ്ങളും കാര്യങ്ങളും, ആടിമാസത്തിന് അവള് പോയിട്ട് തിരികെ വന്നു, പിന്നെ ആ പോലീസുകാർ വന്നു, ആ ചെറുക്കൻ കള്ളനാണെന്ന് പറഞ്ഞു, അതൊക്കെ കേട്ട് എല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് എന്തോ പറ്റി എനിക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്താ ശ്രുതി അതിനെ പറയാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു മൈൻഡ് എന്തോ ആവൂല, അപ്പൊ ബ്ലാങ്ക് മൈൻഡ് ആണോതാണോ എന്ന് ചോദിക്കുമ്പോൾ അതന്നെ അങ്ങനെ ആയിപ്പോയി, അതുകൊണ്ട് ഇതൊന്നും ഓർമ്മയുണ്ടായില്ല, അതൊക്കെ പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒന്നും മോൾ ആലോചിച്ച് വിഷമിക്കേണ്ട, എന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്രുതിയുടെ മനസ്സ് മാറ്റുകയാണ്. അങ്ങനെ അമ്മയും മോനും ഒരു വിധത്തിൽ ശ്രുതിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് നമ്മുടെ സച്ചിയാണെങ്കിൽ ഉറക്കം എഴുന്നേറ്റിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ചിട്ട്, അതായത് അവരുടെ അന്നത്തെ രാത്രി അവരുടെ റൂമിൽ അവർ രണ്ടുപേരും വീണ്ടും ഒന്നായല്ലോ, ആ ഒരു ടെൻഷനിൽ നമ്മുടെ സച്ചിയാണെങ്കിൽ റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നും പറഞ്ഞ് എല്ലാവരുടെ വാതിൽ ഇങ്ങനെ കൊട്ടി വിളിക്കുന്നുണ്ട്. അപ്പൊ അവരെല്ലാവരും പുറത്തേക്ക് വരികയാണ്. എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട് അച്ഛനടക്കം. അപ്പൊ ആ സമയത്ത്, അതെ ഞാനൊരു കാര്യം പറയാനാണ്, ഈ വീട്ടിൽ ഇനി ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതുണ്ടായി കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, എന്നെ വിളിച്ചറിയിക്കണം, ഞാൻ വല്ലയിടത്തേക്കും ഓട്ടത്തിന് ഞാൻ എവിടേക്കെങ്കിലും രാത്രി പൊക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രേവതി ഇങ്ങനെ ഒരു അടി കൊടുക്കുന്നുണ്ട് സച്ചിക്ക്.
അപ്പോൾ പറയാണ് നീ എന്തൊക്കെയാ പറയുന്നത്, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അച്ഛനും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുധിയും പറയാണ് ഇവൻ എന്തൊക്കെയാ വിളിച്ച് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതെ ഇതിന് മുന്നേ രേവതിക്ക് അസുഖം വന്നിട്ട് നോക്കി ഇവിടെ ഇരുന്നപ്പോൾ ആരും രേവതിയെ നോക്കില്ല. അപ്പോൾ ഒരു പ്രശ്നം വീട്ടിൽ നടന്നു. ഇപ്പോൾ ഇവൻ എടുത്തുകൊണ്ട് പോയ പൈസ ആ ചെറുക്കനെ വെറുതെ കള്ളനാക്കി അങ്ങനെ ഒരു പ്രശ്നം നടന്നു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അല്ല, പ്രത്യേകിച്ച് എനിക്കത് ദോഷമാണ്, എനിക്കത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. സച്ചി എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് സച്ചി പറയാണ് അതെ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്തായാലും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തില്ലേ ആൻഡമാനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു കാര്യം ചെയ്യും അച്ഛൻ പോയിട്ടുണ്ടോ ഇതിന് മുന്നേ ഹണിമൂണിനെങ്ങാനും കല്യാണം കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ പോയിട്ടില്ല. അപ്പം അമ്മ പറയണം പിന്നെ ഇങ്ങോരല്ലേ കൊണ്ടുപോകുന്നത്, ഇങ്ങോര് ആ KSRTC ബസ്സിൻ്റെ അവിടെ കൊണ്ടുവന്ന് എന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണിക്കും, അപ്പം നീ എൻ്റെ നാട്ടിലേക്ക് നിന്നെ വിളിച്ചപ്പോൾ നീ വരാണ്ടല്ലേ എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ചന്ദ്രയോട്. പിന്നെ നിങ്ങളുടെ നാട്ടിൽ കാണാനിരിക്കുന്നു ഒരുപാട്, ഒന്ന് പോയേ എന്നും പറഞ്ഞ് നിൽക്കാണ്. അപ്പൊ അമ്മയും അച്ഛനും പോയിട്ടില്ല അല്ലെ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ടൊന്നും. അപ്പൊ രേവതിയോട് ചോദിക്കുന്നുണ്ട് സച്ചി, രേവതി നിനക്ക് ഹണിമൂണിന് പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ആർക്കും ആഗ്രഹമില്ലാതെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെയൊന്നും പോയിട്ടില്ലല്ലോ എന്ന് രേവതിയും പറയണം. അപ്പൊ നിനക്കും ആഗ്രഹമുണ്ടല്ലേ, അപ്പൊ ഒരു കാര്യം ചെയ്യട എല്ലാവർക്കും കൂടി നീ ടിക്കറ്റ് ബുക്ക് ചെയ്യ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര പറയാം നീ എന്തൊക്കെയാ പറയുന്നത്, ഇതെന്താ വല്ല ടൂറ് പോക്കൊന്നുമല്ല, അവര് ഹണിമൂണിനാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ അതിനെന്താ അവർക്ക് മാത്രം പോയാൽ മതി, ഞങ്ങൾക്കും പോകണ്ട, എല്ലാവർക്കും പോവാലോ സുഖമായിട്ട്, അച്ഛന്റെ പൈസ കൊണ്ടല്ലേ ഇവര് പോകാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് പറയാണ് നീ വല്ല കടപ്പുറത്ത് അങ്ങനെ അവളെ കൊണ്ടുപോടാ, എന്നിട്ട് വല്ല കടലയും കുറച്ചുകൊണ്ട് നടക്കുന്നൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നുണ്ട് കേട്ടോ സുധി ആ സമയത്ത്. അപ്പോൾ ഇതെന്തായാലും പോകുന്നെങ്കിൽ എല്ലാവരും ഒന്നിച്ച് പോകണം എന്ന് പറയുന്നു. അപ്പൊ ശ്രുതി പറയാണ് ഒരു കാര്യം ചെയ്യ്, നിങ്ങൾക്ക് പോകാനുള്ള പൈസ ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾ ഉടനെ തന്നെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ തരാം, എനിക്ക് ഈ മാസം ശമ്പളം കിട്ടും. പിന്നെ സുധിക്കാണെങ്കിലും ഈ മാസം 10-ാം തീയതി അല്ലേ സുധി ശമ്പളം കിട്ടാ എന്ന് ചോദിക്കുന്നുണ്ട് സുധിയോട്. അപ്പൊ സുധി അത് പിന്നെ അങ്ങനെ അതെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ആ പൈസ ഒക്കെ കൂട്ടിയിട്ട് എന്തായാലും ആ 1,00,000 രൂപ ഇപ്പൊ തന്നെ തിരിച്ചു തന്നേക്കാം എന്ന് പറയുന്നു. അപ്പോൾ ചന്ദ്ര ഇടപെട്ടിട്ട് പറയാണ്, അതായത് സുധിയുടെ ശമ്പളം വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഇടപെട്ടിട്ട് നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് അല്ല മോളെ ഇനി എന്തായാലും ഒരു കാര്യം ചെയ്യും, ഇങ്ങനെയൊക്കെ ആയില്ലേ കാര്യങ്ങൾ, അപ്പൊ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുക, അത് ക്യാൻസൽ ചെയ്തിട്ട് ആ പൈസ തിരികെ കൊടുക്ക്, അങ്ങനെ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും പോവാം, നിങ്ങൾ വേറെ എവിടേക്കെങ്കിലൊക്കെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വെനീസിലേക്ക് പോകേണ്ട കാര്യമാണ് ചന്ദ്ര പറയുന്നത്. പക്ഷെ ചന്ദ്രയ്ക്ക് ആ സ്ഥലപ്പേരൊന്നും കിട്ടാതെ ചമ്മി നാറി നിൽക്കാണ്. അപ്പൊ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റലിയിലുള്ള സ്ഥലമല്ലേ എന്നൊക്കെ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്. അതേ മോളെ ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു ദിവസം പോയാൽ മതി എന്നൊക്കെ ഇപ്പൊ തൽക്കാലം ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അവർക്ക് ആ പൈസ കൊടുക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുധിയോട് പറയാണ്. അപ്പൊ പക്ഷേ രവീന്ദ്രൻ പറയുന്നുണ്ട് അയ്യോ അത് നിങ്ങൾ ആഗ്രഹിച്ചതല്ലേ പോവാൻ വേണ്ടിയിട്ട്, അത് ക്യാൻസൽ ചെയ്യേണ്ടതൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ വേണ്ട സുധി എന്തായാലും നമുക്ക് പോവാൻ ഒരു സമയമായിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി, എത്രയും വേഗം ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് അച്ഛൻ്റെ പൈസ തിരികെ കൊടുക്കാൻ നോക്കൂ എന്നും പറഞ്ഞ് ശ്രുതി റൂമിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഹണിമൂണ് എല്ലാവരും കൂടി പോവാന്ന് വിചാരിച്ചതൊക്കെ അവിടെ ക്യാൻസൽ ആവുകയാണ്. അതിനുശേഷം സച്ചി പറയാണ് ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം, ഈ വീട്ടിൽ ഇനി ആരും ബഹളങ്ങളോ വഴക്കുകളോ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല, അത് മാത്രമേ എനിക്ക് പറയാൻ ഉള്ളൂ എന്നും പറഞ്ഞ് നിൽക്കാണ്. അങ്ങനെ രേവതി അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പൊ സച്ചിനോടായിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയാണെടാ നിനക്ക് ഓട്ടത്തിനൊന്നും പോവാല്ലേ, നീ പോവാൻ നോക്കി എന്ന് പറയുമ്പോൾ ശരി എന്നും പറഞ്ഞ് അവരവിടെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.